അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി പഴയ പൊട്ടിപ്പൊളിഞ്ഞ തേനീച്ചക്കൂട്ടിൽ പുതിയ കൂട്ടിലേക്ക് ഈച്ചനെ മൊത്തം മാറ്റിയെടുക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഒരു കൊല്ലം മുമ്പ് കിണിക്കൂട് വെച്ച ഒരു ചെറുതേനീച്ചൻ്റെ കൂടാണ്. ആ ചെറുതേനീച്ചൻ്റെ കൂട് ഇതുവരെ നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല. അന്ന് കിണിക്കൂട് വെച്ച് പിന്നെ ഒരു വൈക്ക് പോകാനുള്ള കൊണ്ട് അങ്ങ് പോയതാണ്. ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ തന്നെ ഇതിന് ചുറ്റും തേനീച്ച മെഴുകി വെച്ച് കുറേ പണിയെടുത്ത് ആയി കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ തേനീച്ചക്കൂട്ടിലെ കുത്തുന്ന ഈച്ചകളാണ് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാപ്പ്. ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് സൂചി കൊണ്ട് ചെറിയ ചെറിയ ഓട്ട ഇട്ട് വെക്കുക. എന്നിട്ട് മെല്ലെ നമ്മളെ കൂടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് ഇതിൻ്റെ വായുഭാഗം വെച്ചിട്ട് ചെറുതായിട്ട് കൂടും തട്ടി കൊടുക്കുക. ആ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിൽ നമ്മളെ കുത്തുന്ന ഈച്ചകൾ, അതായത് കൂടിന് എന്തെങ്കിലും പറ്റുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ആ ഈച്ചകളാണ് പുറത്ത് വരികയും നമ്മൾ കടിക്കുകയും ചെയ്യാം. ആ കടിക്കുന്ന ഈച്ചകൾ മുഴുവൻ ഇതിലേക്ക് വന്ന് കയറും. കുപ്പിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൂട് ധൈര്യമായി തുറക്കാം. കാരണം കാര്യമായിട്ട് ഇത് പുറത്ത് വരുമ്പോൾ നമ്മളെ കുത്തല്ല ചെയ്യുന്നത്, കണ്ണിലും അതുപോലെ നമ്മളെ മുടീൻ്റെ ഉള്ളിൽ താടി മീശ ഇതിനുള്ളിലൊക്കെ കയറിയിട്ട് ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മളെ കൈ ചെറിയൊരു കടി ഉണ്ടാവും, അത് ഉറുമ്പ് കടിക്കുന്നൊരു വേദന പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുകയാണ്. തേനുണ്ടാവുന്നുള്ള പ്രതീക്ഷ തുറന്ന് നോക്കിയ കൂടാണ്. പക്ഷേ ഇത് ഉറുമ്പുകൾ വന്നിട്ട് മുകളിലെ ഹണി ചേമ്പർ മൊത്തം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മൊത്തമായിട്ടും ഉറുമ്പ് കയറി ഹണി ചേമ്പർ മൊത്തം ആകെ വൃത്തികേടാക്കി, ഈച്ചകൾക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലാക്കി അത് അവരെ ഒരു കൂടാക്കി മാറ്റി. പക്ഷെ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അടിയിലെ മാതൃ കോളനിയിൽ അടിയിലെ കോളനിയിൽ ഈച്ച ഉണ്ട്, അതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മളിത് തുറക്കുന്ന സമയത്ത് കാണുന്നത് ആയിവാ ഇതാ കുറച്ച് തേനും മുട്ടയുണ്ട്. ഇത് പുതിയതായിട്ട് റാണിയിട്ട മുട്ടയാണ്. ഇതിനടിയിൽ വിരിയാറായ മുട്ട ഉണ്ട്, അടിയിലാണ്. അപ്പോൾ ഇത് നമ്മൾ മെല്ലെ ആ കൂട് മൊത്തം നശിച്ചു പോയതുകൊണ്ട് നമ്മളുണ്ടാക്കുക പുതിയൊരു കൂട്ടിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ ഇത് ഈച്ചൻ്റെ പുതിയ മുട്ടയാണ്, ചെറുതേനീച്ചൻ്റെ. ഈ മുട്ട നമ്മൾ സാവകാശം മെല്ലെ ഇളക്കി മാറ്റുക. ഒരു ഇല കൊണ്ട് എടുക്കാൻ നോക്കിയാൽ പക്ഷെ നടക്കില്ല. കൈകൊണ്ട് മെല്ലെ മൃദുവായി ചെറിയ മക്കൾ എടുക്കും പോലെ എടുത്തിട്ട് കൂട്ടിലേക്ക് തന്നെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഈ പെട്ടി ഒന്ന് കമത്തി വെച്ചിട്ട് മെല്ലെ തട്ടി കൊടുക്കുക. അതിലുള്ള ഒരുവിധ ഈച്ചകളൊക്കെ, അതായത് വേലക്കാരി ഈച്ചകൾ മുഴുവൻ നമ്മൾ ആ കൂട്ടിലേക്ക് പോകും. കൂട്ടിലേക്ക് പോകുമ്പോൾ വെളിച്ചം കാണുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയറ്റിലൊക്കെ പുറത്തേക്ക് വരികയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കും. അതിന് മുമ്പ് ഇതിൻ്റെ അടപ്പിൻ്റെ ഭാഗത്തുള്ള ആ ഒരുപാട് മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ട നമ്മൾ മെല്ലെ ഈള് ഉപയോഗിച്ച് അടിഭാഗം വിടുത്തി മെല്ലെ എടുത്ത് നമ്മളെ കൂട്ടിലേക്ക് വെക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെറിയ മക്കളൊക്കെ എടുക്കുമ്പോൾ അത്ര സൂക്ഷിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈച്ചകൾ ഉണ്ടാവും. നമ്മൾ അമ്പിച്ച് പിടിച്ചിട്ടാണെങ്കിൽ അത് ചതഞ്ഞു പോവും, മുട്ട നാശമായിപ്പോവും. അപ്പോൾ നമ്മൾ മെല്ലെ അതിനുള്ളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മളെ പഴയ കൂട്ടിൽ നിന്ന് പുതിയ കൂട്ടിലേക്ക് മെല്ലെ മാറ്റിയെടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് നമ്മൾ തേന് പൊട്ടി ഒലിക്കാത്ത കുറച്ച് തേന് ശ്രദ്ധിച്ച് ആ കൂട്ടിലേക്ക് എടുത്ത് വെക്കാം. അതായത് ഇനിയിപ്പോൾ ഇതിലുള്ള ഈച്ചകൾക്ക് മൊത്തം കൂട് പെട്ടെന്ന് മാറിയോണ്ട് ഒരുപാട് വർക്കുകളുണ്ടാവും. ഇതിൽ മൊത്തം തേൻ മെഴുകി വെച്ച് റെഡിയാക്കണം, മുട്ടയൊക്കെ സംരക്ഷിച്ച് വെക്കണം, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുക കുറച്ച് തേൻ വില വെച്ചെടുക്കുക. മൊത്തം തേൻ എടുത്തിക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ പുതിയ കൂടായതുകൊണ്ട് പെട്ടെന്ന് ഈച്ചകൾക്ക് ഒരു കൂടായി സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ആ ബാക്കിയുള്ള ചെറിയ കുറച്ച് തേൻ നമ്മളെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ മൂടി വെച്ച് അടച്ചു വെക്കുക. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയാണ്. അത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തുറന്നു നോക്കാനും പിന്നീട് നമ്മൾ ആ മൂടി മാറ്റും. അപ്പോൾ അതിന് വേണ്ടി വെച്ചാണ്. ഈ നമ്മളെ പഴയ കൂടിന്ന് കുറച്ച് മെഴുകെടുത്ത് ഈ കൂടിൻ്റെ എൻട്രൻസ് ഭാഗം മൊത്തം ഒന്ന് തേച്ച് കൊടുക്കുക. ആ തേച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഈച്ചകൾക്ക് പെട്ടെന്ന് ഇതാണ് എൻട്രൻസ് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ ഓട്ട കണ്ടുപിടിക്കാനൊക്കെ ഏകദേശം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് മെഴുകി വെച്ച് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് കിട്ടുക. അത് കാണുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈച്ചകൾ അങ്ങോട്ട് വരികയും ആ കൂട് അത് തിരിച്ചറിയുകയും ചെയ്യും. ഇതുകൂടെ പുറത്തു കൂടെ ഒരുപാട് ഈച്ചകൾ പറയും നടക്കുന്നുണ്ട് കേട്ടോ. ആ ഈച്ചകളെല്ലാം ഇതിൽ തിരിച്ച് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കൂട് എന്താക്കുക മെല്ലെ ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഈച്ചകളുണ്ടോ പരമാവധി ഈച്ചകൾ ആ കൂടിൻ്റെ എൻട്രൻസ് കണ്ടിട്ട് അതിലേക്ക് കയറിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ, പഴയ കൂട് പുതിയ കൂട്ടിലേക്ക് മാറ്റുക. എല്ലാവരും കണ്ടതിന് നന്ദി.